ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പോക്കറ്റ് മണി എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു പുതിയൊരു ഓപ്ഷൻ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരുപാട് പേര് കൺഫ്യൂഷനിലാണ്, ഇതെന്താണ് സംഭവം എന്ന് അറിയാതെ ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ അതിൽ പേയ്മെൻ്റ് ഒക്കെ ആഡ് ചെയ്ത് നോക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് എന്താണ് ഇതെന്ന് മനസ്സിലായിട്ടില്ല. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ പേ ഇല്ലാത്ത നമ്മളെ വീട്ടിലുള്ള നമ്മളെ മക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഗൂഗിൾ പേ വഴി പണം അയക്കാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മുടെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ പേ ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് പണം ആഡ് ചെയ്ത് കൊടുക്കാനും അവർക്ക് വേണ്ട സാധനങ്ങൾ പുറത്തു നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവരുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണും അതിൻ്റെ നമ്പറും ഉണ്ട് എങ്കിൽ നമ്മുടെ ഗൂഗിൾ പേയിലൂടെ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിന് ഒരു നിശ്ചിത ലിമിറ്റ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പെർമിഷനോട് കൂടിയിട്ട് നമുക്ക് പേയ്മെൻറ്റ് അയക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ രണ്ട് മെത്തേഡുകളാണ് ഈ ഒരു പോക്കറ്റ് മണി എന്ന് പറയുന്ന ഗൂഗിൾ പേനകത്ത് വന്നിട്ടുള്ള ഈ ഒരു സെറ്റിങ്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗൂഗിൾ പേ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടാണ് ഇത്. രണ്ടാമത്തേത് നമ്മൾ പുതിയ ഒരു ഫോൺ എടുത്തുകൊണ്ട് ഗൂഗിൾ പേ ഇല്ലാത്ത ഒരു ഫോണിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ അക്കൗണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാത്ത ഒരു ഗൂഗിൾ പേ അക്കൗണ്ടാണ് ഈ കാണുന്നത്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ പേക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. പോക്കറ്റ് മണി എന്ന് പറയുന്ന പുതിയ ഫീച്ചർ നമുക്കിതിനകത്ത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാനിവിടെ ഇനി ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. അതായത് ഇതുവരെ നമ്മൾ ഗൂഗിൾ പേ ആഡ് ചെയ്യാത്ത ഒരു ഫോണാണിത്. നമ്പർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഗൂഗിൾ പേ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിവിടെ നമ്പർ കൊടുത്തു, ഈ ഒരു ഗൂഗിൾ പേ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പുതിയൊരു ഗൂഗിൾ പേയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്നാൽ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യാതെ, ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് പോക്കറ്റ് മണി എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിലൂടെ നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഇനി ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഗൂഗിൾ പേ ആണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് പോക്കറ്റ് മണി കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് നമുക്ക് ഗൂഗിൾ പേ ആഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് സെറ്റപ്പ് പോക്കറ്റ് മണി ഓൺ UPI സർക്കിൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഒന്നാമത്തെ ഓപ്ഷനാണിത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ ഒരുപാട് നമ്പർ കാണാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ മുകളിൽ നമുക്ക് നമ്പർ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏത് നമ്പറിലാണ് പോക്കറ്റ് മണി ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഫാമിലി മെമ്പർമാരുടെ ഏതെങ്കിലും ഒരാളുടെ പേരാണെങ്കിലും മക്കളുടെയോ അല്ലെങ്കിൽ വീട്ടിൽ വേണ്ടപ്പെട്ടവരുടെ ആരെങ്കിലും നമ്പറാണ് നമ്മളിവിടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു നമ്പർ നമ്മൾ നമ്മുടെ മുകളിലായിക്കൊണ്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അത് ഞാനിവിടെ ഈ ഒരു ഫോണിൻ്റെതാണ് ഇപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ആ ഒരു നമ്പർ കൊടുത്തു. എൻ്റർ ചെയ്തതിന് ശേഷം അപ്പോൾ ഇതുപോലെ നമുക്കൊരു ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ക്യാമറ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ ഈ ഒരു മറ്റേ ഫോണാണ്, ഞാൻ അടുത്ത ഫോണാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഗൂഗിൾ പേ ഇല്ലാത്ത, നമ്മൾ ഇതുവരെ അക്കൗണ്ട് ആഡ് ചെയ്യാത്ത ആ ഒരു ഫോൺ എടുക്കുക. അതിനുശേഷം ഇവിടെ പോക്കറ്റ് മണി എന്ന് പറയുന്ന അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് താഴെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പെർമിഷൻ വരും. അതുകൂടാതെ നമുക്കിവിടെ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഏത് നമ്പറിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആ ഒരു നമ്പറൊക്കെ വെരിഫിക്കേഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുക. പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ സ്കാൻ ചെയ്യാനുള്ള QR കോഡ് ഈ ഒരു അക്കൗണ്ട് ഇല്ലാത്ത ഫോണിനകത്ത് ഓപ്പൺ ആയിട്ട് വരും. കണ്ടില്ലേ, ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഗൂഗിൾ പേ ഉള്ള ആ ഒരു ഫോൺ കൊണ്ട് നമ്മുടെ ഇതുവരെ ഗൂഗിൾ പേ ഇല്ലാത്ത ആ ഒരു സ്കാനർ എന്ത് ചെയ്യുക, നമ്മൾ സ്കാൻ ചെയ്ത് കൊടുക്കുക. സ്കാൻ ചെയ്ത് പെർമിഷനൊക്കെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പണായി വന്നു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനാണ് കാണാൻ വേണ്ടി സാധിക്കുക. ഒന്ന് നമുക്ക് സെറ്റ് എ മന്ത്ലി പേയ്മെൻ്റ് ആണ്. അതായത് മന്ത്ലി നമുക്കൊരു 500, 1000, 2000 പോലെയുള്ള എമൗണ്ട് നമുക്ക് ആ ഒരു വ്യക്തിക്ക് കൊടുത്തതിന് ശേഷം അത് മാത്രം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിക്കൊണ്ട് അപ്രൂവ് എവരി പേയ്മെൻ്റ് ആണ്. അതായത് നമ്മൾ അവർ ചെയ്യുന്ന ഓരോ പേയ്മെൻറ്റിനും നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് അവരുടെ നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ അപ്രൂവ് കൊടുത്താൽ മാത്രം അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസുകളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. മന്ത്ലി നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ചിലവിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ക്യാഷ് 10,000 ആണോ 5,000 ആണോ അങ്ങനെ ഒരു ലിമിറ്റ് ആയിക്കൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യാഷ് തീരുന്നത് വരെ അവർക്കത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് നമുക്ക് റിക്വസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും വരില്ല. ഒരു 10,000 അല്ലെങ്കിൽ 5,000 കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് പിന്നീട് അതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ആ ഒരു സെറ്റിങ്സ് ആണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു ക്യാഷ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും.
ഞാനിവിടെ സെറ്റ് മന്ത്ലി ലിമിറ്റ് എന്നതിലാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും എത്ര രൂപയാണ് നമുക്കിവിടെ ഈ ഒരു ഗൂഗിൾ പേ ഇല്ലാത്ത ഫോണിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ ഒരു ക്യാഷ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 100 രൂപയാണ് എൻ്റർ ചെയ്യുന്നത്. 100 രൂപ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുകളിലായിക്കൊണ്ട് നമുക്ക് റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ റിലേഷൻ എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം ആയിക്കൊണ്ട് നമുക്കിവിടെ താഴെ ആയിക്കൊണ്ട് ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏത് വ്യക്തിക്കാണ് നമ്മൾ ഈ ഒരു ക്യാഷ് അയച്ചു കൊടുക്കുന്നത്, അതായത് ആ നമ്പർ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ആധാർ കാർഡിൻ്റെ നമ്പർ നമ്മളിവിടെ താഴെ ആയിക്കൊണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ആയിക്കൊണ്ട് നമുക്ക് കണ്ടിന്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ലാസ്റ്റ് നമ്പർ കാണാൻ വേണ്ടി സാധിക്കും. താഴെ കാണുന്ന സെൻഡ് ഇൻവെറ്റർ എന്നുള്ള ഈ ഒരു സാധനത്തിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ UPI ID ഇവിടെ ചോദിക്കും. ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കുന്ന UPI ID അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതായിക്കൊണ്ട് ഗൂഗിൾ പേ ഇല്ലാത്ത നമ്മുടെ ആ ഒരു ഗൂഗിൾ പേയിലേക്ക് ഒരു റിക്വസ്റ്റ് വരും. വാലിഡ് ടൈമോട് കൂടിയിട്ട് റിക്വസ്റ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മളിതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ജോയിൻ UPI സർക്കിൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ UPIയുടെ ഈ അയച്ചിട്ടുള്ളൊരു ക്യാഷ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് എത്തി. ഇനി നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എത്രയാണോ നമുക്ക് ലിമിറ്റ് തന്നിട്ടുള്ളത് ആ ഒരു ക്യാഷ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുവാനും മറ്റ് പേയ്മെൻറ്റുകൾ നടത്താനൊക്കെ നമുക്ക് ഈ ഒരു ഗൂഗിൾ പേ ഇല്ലാത്ത, അതായത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാത്ത പോക്കറ്റ് മണി എന്ന് പറയുന്ന ഈ ഒരു ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും.